ഹലോ ഹായ് മക്കളെ, യെസ് അഭിനമിസ് ആണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ആൻസർ ഷീറ്റ് കിട്ടാൻ തുടങ്ങി അല്ലേ. അപ്പോൾ നിങ്ങൾ ഓരോ സബ്ജക്റ്റിലും നിങ്ങളുടെ അവസ്ഥ എന്താണ്? ചില ആൾക്ക് എന്താ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു മിഡിലാണോ, അല്ലെങ്കിൽ എന്താ നല്ല മാർക്ക് ഉണ്ടോ? അങ്ങനെ എല്ലാവരും വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായിരിക്കും, നിങ്ങൾ പഠിച്ചതിൻ്റെ ലെവലിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ മിസ് ഒരു കാര്യം പറയട്ടെടാ, ഈ ഒരു മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാർ നിങ്ങൾ മാത്രമാണ്. മിസ് മുന്നേയും പറഞ്ഞ കാര്യങ്ങളാണ്, നിങ്ങൾ മാത്രമാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ മാറ്റങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിട്ടുള്ളത് അല്ലേ. ഒരു പെട്ടെന്ന് ഒരു ദിവസം വന്ന മാറ്റങ്ങളൊന്നല്ല. എക്സാം പാറ്റേണിലായാലും അതുപോലെ ക്വസ്റ്റ്യൻ പാറ്റേണിലായാലും ഒന്നും എന്താ പെട്ടെന്ന് ഒരു ദിവസം വന്ന മാറ്റങ്ങളല്ല അല്ലേ. നമ്മൾ ആ ലൈവ് ക്ലാസ്സിന് മുന്നേ എന്തുണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, കുറേ അധികം മാറ്റങ്ങൾ വരാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ ആൻസർ ഷീറ്റ് കയ്യിൽ കിട്ടി. ഇനി എന്ത് ചെയ്യാം മക്കള്, അതങ്ങ് മാറ്റി വെക്കുക. മാർക്ക് കുറഞ്ഞാലും എന്തായാലും ഇനി നിങ്ങൾ ഒന്നും എന്ത് ചെയ്യണ്ട, ഒന്നും നിങ്ങൾ മൈൻഡിൽ വെക്കണ്ട. ഓക്കെ. അതുപോലെ തന്നെ പാരൻസിനോടും പറയാം, പാരൻസിന് ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കുക. എന്ത് ചെയ്യണം, നിങ്ങൾ അത് മാറ്റി വെച്ചിട്ട് ഇനി ഇത് നിങ്ങൾ ഈ ഒരു ക്ലാസ്സിലെ ഫസ്റ്റ് ടേം എക്സാമാ അല്ലേ. ക്രിസ്മസ് എക്സാം വരാണ്ട്, ആനുവൽ എക്സാം വരാണ്ട്. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം, ഇതിൽ നിങ്ങൾക്ക് ഇത്രയും മാർക്ക് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും മാർക്ക് മാത്രമേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ എന്താവും നിങ്ങൾ തന്നെ ഒന്ന് എന്ത് ചെയ്യുക, ചിന്തിച്ചു നോക്കുക. ഓക്കെ. ഇത്രയും ചെറിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇത്രയും കുറഞ്ഞ മാർക്കാണെങ്കിൽ വലിയ ക്ലാസ് നിങ്ങൾക്ക് ഒത്തിരി പഠിക്കാനുണ്ടാവും അല്ലെ. വലിയ ക്ലാസ് നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ചെറിയ ക്ലാസ്സിൽ ബേസ് വേണം. ഈ ബേസ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു 2-3 ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട സാധനങ്ങളൊന്നും അല്ല, കുറേ അല്ലേ. അതായത് ഇനിയും ഒരു ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചു വരുന്ന സാധനങ്ങളെയാണ് നമ്മൾ ബേസ് എന്ന് പറയേണ്ടത് അല്ലേ. അപ്പോൾ ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, ആ പഠിച്ച സാധനം എത്രത്തോളം ആ ഒരു ആൻസർ ഷീറ്റിൽ നിങ്ങളെ കൊണ്ട് പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ എന്തോ ആയിക്കോട്ടെ അതവിടെ മാറ്റി വെക്കുക. ആ ഒരു ആൻസർ ഷീറ്റ് കളയാനൊന്നും പാടില്ല. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിക്കോളാം നിങ്ങളെ റേഞ്ച് എന്താണ്, നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് നോക്കിക്കോളാം. ഓക്കെ. എന്നിട്ട് അത് മാറ്റി വെക്കുക. അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങുക. പാറ്റേൺ ഒക്കെ മുന്നിൽ കിട്ടിയല്ലോ, പാറ്റേൺ കണ്ടല്ലോ, എക്സാമിന്റെ മാർക്ക് കണ്ടല്ലോ അല്ലേ. വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ വഴക്ക് കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ എന്തായിരിക്കും അവരെ കഷ്ടപ്പാട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാറുണ്ട് അല്ലേ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ നിങ്ങൾ തന്നെ വർക്ക് ചെയ്യേണ്ടേടാ. ഈ ആൻസർ ഷീറ്റ് കൊണ്ട് അയ്യോ എനിക്കിനി കുറച്ചും കൂടി പഠിക്കായിരുന്നു, അങ്ങനെ ഓർമ്മിച്ചിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞ കാര്യം ഓർമ്മിച്ച കാര്യമുണ്ടോ? ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കണ്ട എന്നുള്ള ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ കാര്യം എന്തിനു ഓർമ്മിക്കണം? കഴിഞ്ഞ കാര്യത്തിന് നമ്മളെന്താ മുന്നിൽ കണ്ടുകൊണ്ട് ഇനി ആ ഒരു അവസ്ഥ എന്ത് ചെയ്യാൻ പാടില്ല, വരാൻ പാടില്ല എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് വേണം അടുത്തൊരു എക്സാമിന് നിങ്ങൾ നേരിടാൻ പോകേണ്ടത് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് എക്സാം ഉണ്ട് അല്ലേ, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. ഈ മാർക്കിൽ നിന്ന് ഒരു കാരണവശാലും ഇതിലും കുറയാൻ പാടില്ല, ഇതിൽ കൂടാനേ പാടുള്ളൂ. ഇതിൽ ഒരു മാർക്കെങ്കിലും കൂടിക്കഴിഞ്ഞാൽ അതെ നിങ്ങൾ ട്രൈ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ആവുന്നുണ്ട്. ഇതിൽ ഒരു മാർക്കെങ്കിലും കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താൻ വേണ്ടി പറ്റും. അപ്പൊ മക്കളെ, നിങ്ങളെ മുന്നിൽ ഇതാ മിസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് നമ്മളെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. എജുപോണ്ട് അടിപൊളിയായിട്ടുള്ള ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്. ഈ ഒരു പേരിൽ തന്നെ എന്തുണ്ട്, ആ ഒരു ബാച്ചിന്റെ ഐഡന്റിറ്റി ഉണ്ട് അല്ലെ. എന്താണ് ഫാസ്റ്റ് ട്രാക്ക്? നമ്മളെ അടിപൊളിയായിട്ട് വേഗം എന്ത് ചെയ്യും, വേഗം ഈ ഒരു എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചെടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് സെപ്റ്റംബർ 15 വരെ മാത്രമേ ഓഫർ ഉള്ളൂ. 15-നുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫോം ഫില്ല് ചെയ്തിരിക്കണം. ഇപ്പം കാണുന്ന മക്കളെ ഇപ്പം തന്നെ ഫില്ല് ചെയ്യുക. ഫോം എവിടെ കിട്ടും? നമ്മളെ കമന്റ് ബോക്സിൽ കിട്ടും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം, ലിങ്കിൽ കയറുക, ഫില്ല് ചെയ്യുക കേട്ടോ. എല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താലും മതി, നിങ്ങൾക്ക് ബാച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം 5ാം ക്ലാസ് ഒരു തുടക്കം മാത്രമാണ്. 6ാം ക്ലാസ് ഉണ്ട്, 7ാം ക്ലാസ് ഉണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കേണ്ട കാര്യം ഇവിടെ പഠിച്ചിട്ടില്ലെങ്കിൽ 6ലും 7ലും എന്ത് ചെയ്യാൻ പറ്റുമോ, ഇതുപോലത്തെ ഇന്ന് കിട്ടിയ ആൻസർ ഷീറ്റ് പോലെ ആയിരിക്കും ത്രൂ ഔട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസർ ഷീറ്റ്. ഓർമ്മിക്കുക, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളായിട്ട് നമ്മളെ നാണം കെടുത്താൻ പാടില്ല. നമുക്ക് ഇപ്പൊ ചെയ്യേണ്ട ഡ്യൂട്ടി എന്താ, പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് പഠനം മാത്രമാണ്, പഠിക്കുക. അപ്പോൾ വേഗം തന്നെ ബാച്ചിലേക്ക് വരിക. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോ ചാപ്റ്റർ വൈസ് എക്സാം, ലൈവ്, പിന്നെ ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ഒക്കെ പാറ്റേൺ ഒക്കെ മാറി വന്നു. ആ പാറ്റേൺ മാറിയതാണ് ഈ പ്രാവശ്യത്തെ എക്സാമിന്റെ ആകെ താളം തെറ്റിയത് അല്ലേ. ആ പാറ്റേൺ അനുസരിച്ച് നിങ്ങളെ എക്സാം പ്രാക്ടീസ് ചെയ്യിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫോം ഫില്ല് ചെയ്തവര് മിസ്സിന്റെ പേര് അറിയണമെങ്കിൽ മിസ്സിന്റെ പേര് കമന്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഹേർട്ട് ഷേപ്പ് ഇട്ടുതന്നാൽ മതി കേട്ടോ. അപ്പോൾ മിസ്സിന് മനസ്സിലാവും നിങ്ങൾ ആരൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനി നമുക്ക് ഏപ്പിൾ കാണാം. ബൈ.